നമസ്തേ, ഞാൻ ഡോക്ടർ ദിവ്യ, കളരിയിൽ ധാർമ്മികം ആയുർവേദ ക്ലിനിക്, തലശ്ശേരി. ആയുർവേദ ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് പഞ്ചകർമ്മം. അതിൽ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം എന്നിവ ഉൾപ്പെടുന്നു. നമുക്കിന്ന് നസ്യത്തെക്കുറിച്ച് നോക്കാം. നസ്യം അല്ലെങ്കിൽ ശിരോവിരേചനം. നാസികാഭ്യാം ദീയതേ ഇതി നസ്യം, അതായത് നാസാദ്വാരത്തിലൂടെ ഔഷധം ഒഴിക്കുന്ന പ്രക്രിയയാണ് നസ്യം എന്ന് പറയുന്നത്. നസ്യത്തെ ഗുണഭേദം, പ്രയോഗഭേദം, മാത്രാഭേദം എന്നിങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രധാനമായും 3 തരത്തിലാണുള്ളത്. അതായത് വൈരേചനികം, ശമനം, ബ്രഹ്മണം. വൈരേചനിക നസ്യത്തിൽ അടിഞ്ഞുകൂടിയ കഫാദി ദോഷങ്ങളെ പുറത്തു കളഞ്ഞ് ശ്രോതോശുദ്ധി വരുത്തുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മണ നസ്യത്തിൽ ബ്രഹ്മണാർത്ഥം, അതായത് പോഷണാർത്ഥം ചെയ്യുന്ന ഒരു നസ്യമാണ് ബ്രഹ്മണ നസ്യം. ശമന നസ്യം രോഗശമനാർത്ഥവും ചെയ്യുന്നു. കൂടാതെ മർഷനസ്യം, പ്രതിമർഷനസ്യം എന്നിങ്ങനെ ഒരു തരംതിരിവ് കൂടെയുണ്ട് നസ്യത്തിന്. ഊർധ്വജത്രുഗതം, അതായത് കഴുത്തിന് മുകളിലുള്ള എല്ലാവിധ വ്യാധികൾക്കും നസ്യം ഒരു ചികിത്സാ രീതിയായി ഉപയോഗിക്കാവുന്നതാണ്. നാസാഹി ശിരസോദ്വാരം, അതായത് ഉത്തമാംഗമായ നമ്മുടെ ശിരസിലേക്കുള്ള കവാടമായിട്ടാണ് നാസയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശിരോവ്യാധികൾ, അതായത് കഴുത്തിന് മുകളിലുള്ള ഊർധ്വജത്രുഗത വ്യാധികൾക്ക് പ്രധാനമായ ചികിത്സ നസ്യം തന്നെയായും കഴുത്തിനുണ്ടാകുന്ന വേദന, സ്തബ്ധത, സെർവൈക്കൽ സ്പോണ്ടിലോസിസ്, നേത്രരോഗങ്ങൾ, കർണരോഗങ്ങൾ, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, അലർജി, ഒഴിച്ചിൽ, അകാലനര തുടങ്ങി ബെൽസ് പാൾസി വരെയുള്ള ന്യൂറോപ്പതിക് അസുഖങ്ങൾക്ക് വരെ നസ്യം ഒരു പ്രധാന ചികിത്സ തന്നെയാണ്. രോഗാവസ്ഥയിൽ മാത്രമല്ല, സ്വസ്ഥാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ദിനചര്യയുടെ ഭാഗമായി നസ്യം ചെയ്യാവുന്നതാണ്. അത് മുഖസൗന്ദര്യം നിലനിർത്തുന്നതിനും അകാല നര തടയുന്നതിനും ദൃഷ്ടിപ്രസാദം, അതായത് കണ്ണിന്റെ കാഴ്ചശക്തി നിലനിർത്തുന്നതിനും കർണാരോഗ്യത്തിനും വളരെ നല്ലതാണ്.